എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോണത് കേട്ടോ. അതായത് നമ്മൾ പറയില്ലേ, എനിക്ക് ഒരു വീടില്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് നല്ലൊരു ജോലിയില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ ഇല്ല എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതിന് 2 യൂസേജ് ആണ് എപ്പോഴുള്ളത് കേട്ടോ. ഒരുപാട് കോമൻസ് ഇപ്പം ഞാൻ കണ്ടു. മിസ്സേ, ഇപ്പം ഡോണ്ട് ഹാവ് ആണോ ചേർക്കേണ്ടത് അല്ലെങ്കിൽ ഹാവ് നോ ആണോ ചേർക്കേണ്ടത്, എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്? അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ശരി തന്നെയാണ്. 2 രീതിയിൽ നമുക്ക് ഇല്ല എന്ന് പറയാം. ഇതൊരു ചെറിയ വീഡിയോ ഉണ്ട്, അവസാനം വരെ ഒന്ന് കാണണം കേട്ടോ. സോ ഇല്ല എന്ന് പറയാനായിട്ട് നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന് പറയുന്നത് ഡോണ്ട് ഹാവും, 2 എന്ന് പറയുന്നത് ഹാവ് നോയും. എന്തൊക്കെയാണ്? ഡോണ്ട് ഹാവും ഹാവ് നോയും. ഇങ്ങനെ 2 യൂസേജ് ആണ് ഇല്ല എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. പലപ്പോഴും എല്ലാവരും യൂസ് ചെയ്യണത് ഡോണ്ട് ഹാവ് ആയിരിക്കും കൂടുതൽ. ഐ ഡോണ്ട് ഹാവ് മണി, എനിക്ക് ക്യാഷ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് എ ജോബ്, എനിക്കൊരു ജോലിയില്ല. ഐ ഡോണ്ട് ഹാവ് എ ഹൗസ്, എനിക്കൊരു വീടില്ല. ഐ ഡോണ്ട് ഹാവ് ഫ്രണ്ട്സ്, എനിക്ക് സുഹൃത്തുക്കളില്ല. ഐ ഡോണ്ട് ഹാവ് റിലേറ്റീവ്സ്, എനിക്ക് റിലേറ്റീവ്സ് ഇല്ല. ഇങ്ങനെയൊക്കെ ഇല്ല, നമുക്ക് ഇല്ല എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോണ്ട് ഹാവ് ആണ് അല്ലേ. ഉണ്ട് എന്ന് പറയാനായി യൂസ് ചെയ്യണത് എന്താണ്? ചുമ്മാ ഹാവ് യൂസ് ചെയ്യാം. ഐ ഹാവ് എ ജോബ്, എനിക്കൊരു ജോലിയുണ്ട്. ഐ ഹാവ് ഫ്രണ്ട്സ്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഐ ഹാവ് എ ഹൗസ്, എനിക്ക് ഹൗസ് ഉണ്ട്. ഐ ഹാവ് റിലേറ്റീവ്സ്, എനിക്ക് റിലേറ്റീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഐ ഹാവ് എ ഷോപ്പ്, എനിക്കൊരു ഷോപ്പ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഹാവ് യൂസ് ചെയ്യാം. അതല്ല, നമുക്ക് ഇല്ല എന്ന് പറയാനായിട്ട് നമുക്ക് 2 യൂസേജ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡോണ്ട് ഹാവും, 2 എന്ന് പറയുന്നത് ഹാവ് നോയും. അപ്പോൾ സെൻറ്റൻസ് ആക്കിയാലോ? ഐ ഡോണ്ട് ഹാവ് എ ജോബ്, എനിക്കൊരു ജോലിയില്ല. ഹാവ് ചേർത്തിട്ട് എങ്ങനെ പറയാൻ പറ്റും? ഐ ഹാവ് നോ ജോബ്, എനിക്ക് ജോലിയില്ല. ഐ ഡോണ്ട് ഹാവ് മണി, എനിക്ക് ക്യാഷ് ഇല്ല. ഐ ഹാവ് നോ മണി, എനിക്ക് പണമില്ല. ഐ ഡോണ്ട് ഹാവ് ഫ്രണ്ട്സ്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. ഐ ഹാവ് നോ ഫ്രണ്ട്സ്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. 2നും അർത്ഥം വരുന്നത് സെയിം തന്നെയാണെങ്കിലും എന്താണ്, യൂസേജിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് കേട്ടോ. അപ്പോൾ ഡോണ്ട് ഹാവും ഹാവ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക ഹാവ് നോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഐ ഹാവ് നോ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഇമോഷണലി ഒക്കെ ഒരു ഇത് തോന്നുള്ളൂ. ഇപ്പം മലയാളം സംസാരിച്ചാലും ഏത് ഭാഷ സംസാരിച്ചാലും പറയുന്ന ഭാഷയിലാണ് ഇമോഷൻസ് ഉള്ളത് അല്ലേ. ചില വാക്കുകളൊക്കെ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻസ് കൊണ്ടുവരും അല്ലേ. ആ വാക്കുകൾ വേറെ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇമോഷൻസ് കൊണ്ടുവരില്ല. അത് തന്നെ ഇംഗ്ലീഷിൽ ഉണ്ട് ഇല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ ആ രീതി തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഡോണ്ട് ഹാവും ഹാവ് നോ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക ഹാവ് നോ ആയിരിക്കും. ഐ ഹാവ് നോ മണി, ഐ ഹാവ് നോ ജോബ്, ഐ ഹാവ് നോ ഫ്രണ്ട്സ്, ഐ ഹാവ് നോ റിലേറ്റീവ്സ് എന്നൊക്കെയാണ്. ഐ ഹാവ് നോ ഐഡിയ, എനിക്കൊരു ഐഡിയ ഇല്ല. ഐ ഹാവ് നോ ഐഡിയ. ഓക്കെ, ഇങ്ങനെ ഇല്ല എന്ന് പറയാനായിട്ട് ഒന്നല്ലെങ്കിൽ ഡോണ്ട് ഹാവ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാവ് നോ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഹീയും ഷീയും ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴോ അപ്പോൾ എന്ത് ചേർക്കണം? ഹീയും ഷീയും ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഡസൻറ്റ് ഹാവ് അല്ലേ നമ്മൾ ചേർക്കുക. IUV വരുമ്പോൾ ഡോണ്ട് ഹാവും, ഹീ ഷീറ്റ് വരുമ്പോൾ ഡസൻറ്റ് ഹാവും. അപ്പോൾ ഹീയും ഷീയും ഒക്കെ വരുമ്പോൾ എങ്ങനെ പറയും? അവന് ജോലിയില്ല, ഹി ഡസൻറ്റ് ഹാവ് എ ജോബ്. ഓക്കെ, അവന് ഫ്രണ്ട്സ് ഇല്ല, ഹി ഡസൻറ്റ് ഹാവ് ഫ്രണ്ട്സ്. അവന് എന്താണ്, അവന് ക്വാളിഫിക്കേഷൻ ഇല്ല, ഹി ഡസൻറ്റ് ഹാവ് ക്വാളിഫിക്കേഷൻ. ഇങ്ങനെ ഇല്ല എന്ന് പറയാനായിട്ട് അവൻ അവൾ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഡസൻറ്റ് ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാവ് നോട്ടിലേക്ക് വരുമ്പോഴോ ഹാവ് മാറി എന്താവും? ഹാസ് ആവും അല്ലേ. ഹീയും ഷീയും വരുമ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസ് ചേർക്കണം എന്നുള്ളത് നിയമമല്ലേ. സോ ഹി ഹാസ് നോ ജോബ്, അവന് ജോലിയില്ല. ഹി ഹാസ് നോ മണി, അവന് പണമില്ല. ഷീ ഹാസ് നോ ഹൗസ്, അവന് വീടില്ല. ഷീ ഹാസ് നോ എന്താണ് റിലേറ്റീവ്സ്, അവൾക്ക് റിലേറ്റീവ്സ് ഇല്ല. ഇങ്ങനെ ഹീയും ഷീയും ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാസ് നോ എന്ന് ചേർക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ 2 രീതിയിലാണ് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുക. ഒന്നെന്ന് പറയുന്നത് ഡോണ്ട് ഹാവും, 2 എന്ന് പറയുന്നത് ഹാവ് നോയും. ഓക്കെ, ഹീയും ഷീയും ആവുമ്പോൾ ഡസൻറ്റ് ഹാവും, ഇവിടെ വരുമ്പോൾ ഹാസ് നോയും. ക്ലിയർ ആണല്ലോ. അതൊന്ന് പറഞ്ഞു നോക്കിയാൽ മതി, ഇത്ര വലിയ കൺഫ്യൂഷനൊന്നും ഇല്ല. നിങ്ങൾ എൻ്റെ ക്ലാസ് മാത്രം ഇങ്ങനെ എൻ്റെ ക്ലാസ്സും എൻ്റെ ഫീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടില്ല. പകരം നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കണം ഡോണ്ട് ഹാവ് നെഗറ്റീവ് ഫോം, ഹാവ് നോ എഴുതി വയ്ക്കുക. ഹീ ഷീ ഇട്ടിട്ട് അടിയിൽ ഡസൻറ്റ് ഹാവ് എന്ന് എഴുതുക, അതിൻ്റെ അപ്പുറത്ത് ഹാസ് നോ എന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അല്ലാതെ ഇതൊക്കെ എനിക്ക് ഇങ്ങനെ തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നാൽ നടക്കില്ല. കുറച്ചൊക്കെ നമ്മൾ എഫേർട്ട് എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇങ്ങനൊരു ഡൗട്ട് കോമെൻ്റ് ആയിട്ട് കാണരുത് കേട്ടോ, കാരണം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. English Bus. Learning Simplified.